പ്രളയത്തിലകപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് രക്ഷാപ്രവർത്തകർ കശ്മീരിൽ നടത്തുന്നത്. എന്നാൽ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നത് ഇതിന് തടസ്സമാവുന്നുണ്ട്. ടെലിഫോൺ ബന്ധം തകരാറിലായ കശ്മീരിൽ മൊബൈൽ ടവറുകൾ നിശ്ചലമായി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ BSNL നെറ്റ്വർക്ക് ലഭ്യമാവുന്നതൊഴിച്ചാൽ താഴ്വരയുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രളയത്തിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അടിയന്തര ആശയവിനിമയത്തിന് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമം നടത്തുന്നതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. Well, the situation in the valley is critical because of the submergence in the telephone exchanges. Not only BSNL but most of the private channels have also been forced to shut their operations. But we are trying our best to restore it. രക്ഷാപ്രവർത്തകരെത്തുന്നതും കാത്ത് നൂറുകണക്കിന് ആളുകൾ വീടിന്റെയും കെട്ടിടങ്ങളുടെയും മുകളിൽ അഭയം തേടിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതിനാൽ അവർ ആശങ്കാകുലരാണ്. വിനോദയാത്രക്കായി കശ്മീരിലെത്തിയ മലയാളികളടക്കം നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശ്രീനഗറിലെ രാജ്ബാഗിലെ 5 നില കെട്ടിടത്തിൽ കുടുങ്ങിയവരിൽ മലയാളി ചലച്ചിത്ര നടി അപൂർവ ബോസുമുണ്ട്. കെട്ടിടത്തിൽ 3 നില വരെ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയ ഒരു സംഘം മലയാളികൾ ഉച്ചയോടെ മുംബൈയിലെത്തി. കൂടുതൽ മലയാളികൾ വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി അവർ പറഞ്ഞു. ഒരു ബിൽഡിംഗിൽ നിന്ന് വേറൊരു മതിലിലേക്ക് ഒരു 3 മീറ്റർ ദൂരെയുള്ള ഒരു മതിലിലേക്ക് കോണി പിന്നെ ജോയിന്റ് ചെയ്തിട്ട് ഞങ്ങൾ കൂടെ എല്ലാവരും ഉണ്ടായിരുന്ന 2 ഫാമിലിയും ഇതിന്റെ കൂടെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ട് കറണ്ട് ഇല്ല, ജനറേറ്റർ വെള്ളത്തിൽ മുങ്ങി, എല്ലാം താറുമാറായിരുന്നു, ഒരു കണക്ഷനും കിട്ടുന്നില്ല. 25,000 ഗ്രാമങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ശ്രീനഗർ വിമാനത്താവളവും വെള്ളത്തിനടിയിലാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.